രാഷ്ട്രീയ എതിരാളികൾക്ക് മറുപടി നൽകേണ്ടതായും വരും. ഇന്നിപ്പോൾ നമ്മൾ തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വരവാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട്, തൃശ്ശൂർ മണ്ഡലങ്ങളെ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ ഇതാ ഒരു മണ്ഡലത്തിൽ 3 തവണ മത്സരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് താൻ എന്ന് പറയുകയാണ് പാലക്കാട്ടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ. 2-ൽ തോറ്റാൽ 3-ൽ എന്നാണ് വിശ്വാസം. ഇത്തവണ 35,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി താൻ നിയമസഭയിൽ എത്തും എന്ന് ഉറപ്പാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞത്. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രധാനമന്ത്രി വരുന്നു, പ്രചാരണം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കണം. എന്താണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്? വളരെ സന്തോഷവും ശുഭപ്രതീക്ഷയും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാലക്കാടിന് വേണ്ടിയിട്ടുള്ള ഒരു വികസന രേഖ അത് തയ്യാറാക്കുന്നതിനുള്ള തത്രപ്പാടിലായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ജൻസി മാനിഫെസ്റ്റോ അത് ഞങ്ങൾ പുറത്തിറക്കുന്നു. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 500 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ആളുകൾക്കിടയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, പാലക്കാടിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ശോഭ വെറും ഒരു MLA ആയി ഇരിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ നിന്ന് പോകുന്നത്. എനിക്ക് 3 മാസം കൊണ്ട് 700 കോടിയുടെ പദ്ധതികൾ ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് അവരോട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും കണക്കുകളും ഒക്കെ വിവരിച്ചു കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഞാൻ ഉന്നയിക്കുന്ന, എൻ്റെ പ്രസ്ഥാനം ഉന്നയിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതും രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ പാലക്കാടിനെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചകമായി പാലക്കാടിലേക്ക് അദ്ദേഹം ആളുകളുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹം വരുന്നു എന്നുള്ളതും 100-ൽ 110% ആളുകൾ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ഈ നിയോജകമണ്ഡലം. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ പാലക്കാടിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ വിവാദങ്ങളും വരുന്നത്. CPM-ഉം BJP-യും ഡീൽ എന്നൊരു വലിയ ആരോപണം VD സതീശൻ ഉന്നയിച്ചത് പാലക്കാട് കേന്ദ്രീകരിച്ചാണ്. സ്വാഭാവികമായിട്ട് ഒപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്, കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിരോധത്തിലാവുന്ന സാഹചര്യം. ഇത് രണ്ടും എങ്ങനെ കാണും? അല്ല, ഇത് ഇവർ ഉദ്ദേശിച്ച ഡീല് കണ്ണാടി പഞ്ചായത്തിൽ മുൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭയെ വിളിച്ച്, ഞങ്ങളുടെ പ്രവർത്തകരെ വിളിച്ച് ഭക്ഷണം തരികയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ BJP ആയിരിക്കുകയാണ്. ഭാസ്കരേട്ടൻ എന്ന് പറയുന്ന മറ്റൊരു പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വീട്ടിൽ അടുത്ത ദിവസം ഞങ്ങൾക്ക് ഭക്ഷണം തരികയാണ്. അവിടെ ആളുകൾ കൂടുകയാണ്. അവിടെ കോൺഗ്രസ്സുകാർക്ക് ഞങ്ങൾ ഷാളിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഡീല് വെച്ചിട്ടുണ്ട്, അത് ശരിയാണ്. ആ ഡീലെന്ന് പറയുന്നത് 70 വർഷക്കാലം പാലക്കാടിൻ്റെ നഷ്ടപ്പെടുത്തിയ, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെറും 3 മാസം കൊണ്ട് 700 കോടിയുടെ പദ്ധതികൾ ഞാൻ നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ, ഞാൻ ഇവിടുത്തെ നല്ല കോൺഗ്രസ്സുകാരുടെ കൈപിടിച്ചിട്ടുണ്ട്, മാർക്സിസ്റ്റുകാരുടെയും കൈപിടിച്ചിട്ടുണ്ട്. ഞാൻ പാലക്കാടിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി